ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ ഈ ഒരു നല്ല ചൂടുള്ള സമയത്തൊക്കെ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ള, ശരീരത്തിന് നല്ല ഉന്മേഷമൊക്കെ തരുന്ന ഒരു കിടിലൻ ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അവിടെ മിക്സിയുടെ ജ്യൂസിങ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജ്യൂസായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഷെയ്ക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ കട്ടയാക്കിയിട്ടുള്ള പാല് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കട്ടിയിലുള്ള ഷെയ്ക്കായിട്ട് കിട്ടും. ഇനി നമ്മളിതിനെ ഗ്രീനിഷ് ജ്യൂസ് എന്ന് പേരിടാനും ഒരു കാരണമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന രണ്ട് സാധനങ്ങളും ഗ്രീൻ കളറിലുള്ളതായതുകൊണ്ടാണ് ഞാനിതിനെ ഗ്രീനിഷ് ജ്യൂസ് എന്ന് പേരിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ എന്താ വൈറ്റ് ജ്യൂസ് അല്ലേ, പിന്നെ എന്താ ഗ്രീനിഷ് ജ്യൂസ് എന്ന് പേരിട്ടിട്ടുള്ളത് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ ഒരു കുക്കുംബറും പിന്നെ ഒരു റോബസ്റ്റ പഴവും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കുംബറിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടാണ് കേട്ടോ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ജാറിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുള്ള പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര എടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജാറടിച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്